നടന്നിട്ടുള്ളത്. CBI അന്വേഷണം വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റവിമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരനും അജിത് സാർ തന്നെയാണ്. കേസിൽപ്പെട്ട എല്ലാ പ്രമുഖരും നിസ്സാരമായിട്ട് ഈ പാവം സ്ത്രീ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില മാന്യന്മാരെ മറ്റുള്ളവരിൽ നിന്ന് ആ സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ കളയുകയും ചെയ്തു സാർ. അപ്പോൾ വർഷങ്ങളോളം അവൻ ജയിലിൽ തന്നെ കിടന്നു. ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ കേരള പോലീസ് നിധി ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. പിന്നീടാണ് CBI കേസ് ഏറ്റെടുത്തത്. അപ്പോൾ ഈ സരിതയുമായിട്ട് ഈ കാലഘട്ടത്തിനിടയ്ക്ക് അജിത് സാർ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു സാർ. CBI കേസ് ഏറ്റെടുത്തപ്പോഴേക്കും സരിത നിത്യവന്നിട്ട് പോലും പണമില്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്ന സമയം എനിക്കറിയാം. KC വേണുഗോപാൽ സാറിന്റെ നിർദ്ദേശപ്രകാരം അജിത് സാർ സരിതയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളിയാവില്ലെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു സാർ. അജിത് സാർ പറയുന്ന പോലെ പല രീതിയിൽ കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചില്ലറ മാറ്റം വരുത്തി പറഞ്ഞാൽ സരിതയ്ക്ക് ജയിക്കാൻ ആവശ്യമായ പണം പ്രതികളിൽ നിന്നും ആരും കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞതാണ്. അപ്പൊ അതിനും ഞാൻ സാക്ഷിയാണ്. ഈ വാക്ക് വിശ്വസിച്ച് CBIയുടെ കാതലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഓർമ്മയില്ല എന്ന് സരിതയുടെ മറുപടി കാരണം അങ്ങനെയാണ് കാരണം. അപ്പോൾ അങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടിയിരുന്ന പലരും ഇന്ന് അസംബ്ലിയിലും പാർലമെന്റിലും വീണ്ടെത്തിയത്. സാർ കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പുമായിട്ട് അജിത് സാറിന് കച്ചവടം എന്തുകൊണ്ട് സാർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കിവിടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാർ. അജിത് സാറിനെ ഈ കള്ളക്കടത്ത് രംഗത്തെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാർ. പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ 4 സ്വർണ്ണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാലും മലപ്പുറം SP എന്ന സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൊടുക്കും. ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാർ തന്നെയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാർ സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ 6 സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നവരെ പിന്തുടർന്ന് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതും മനസ്സിലാക്കുന്നതും ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ്. അതിനുശേഷമാണ് സ്വർണ്ണം കടത്തുന്നവർക്ക് നാട്ടിലേക്കുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാനും സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരെ അജിത് സാറിന്റെ സംഘം പണം കൊടുത്ത് സ്വാധീനിച്ച് ഈ കാരിയർമാരുടെ പാസ്പോർട്ടും ടിക്കറ്റ് ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് മലപ്പുറം SP സുജിത് സാറിന് അയച്ചു കൊടുക്കലാണ് പതിവ്. അങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എയർപോർട്ടിന്റെ പുറത്ത് വെച്ച് മലപ്പുറം പോലീസ് പിടിച്ചെടുക്കുന്നത്.